വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുക എസ്തേർ രാജ്ഞിയുടെ ജീവിതമാണ്. എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. തോഴിമാരും ഷണ്ടന്മാരും പറഞ്ഞ് ഇതെല്ലാം അറിഞ്ഞ് എസ്തേർ അത്യന്തം പര്യാകുലയായി. ചാക്ക് വസ്ത്രത്തിനു പകരം ധരിക്കാൻ വസ്ത്രങ്ങൾ അവൾ മൊർദെഖായിക്ക് കൊടുത്തു വെച്ചു. പക്ഷേ അവനത് സ്വീകരിച്ചില്ല. തന്നെ ശുശ്രൂഷിക്കാൻ നിയുക്തനായിരുന്നവനും രാജാവിൻ്റെ ഷണ്ടന്മാരിൽ ഒരുവനുമായ ഹദാക്കിനെ വിളിച്ച് എസ്തേർ ഇതെല്ലാം എന്താണെന്നും എന്തിനാണെന്നും അറിയാൻ മൊർദെഖായിയുടെ അടുത്തേക്ക് അയച്ചു. അവൻ രാജാവിൻ്റെ പടിവാതിലിന് മുമ്പിൽ നഗരത്തിൻ്റെ പൊതുസ്ഥലത്ത് നിന്നിരുന്ന മൊർദെഖായിയുടെ അടുത്തെത്തി. തനിക്ക് സംഭവിച്ചതും യഹൂദരെ നശിപ്പിക്കാൻ രാജഭണ്ഡാരത്തിലേക്ക് കൊടുക്കാമെന്ന് ഹാമാൻ വാഗ്ദാനം ചെയ്ത പണത്തിൻ്റെ കണിശമായ സംഖ്യയും മൊർദെഖായി അവനോട് പറഞ്ഞു. രാജ്ഞിയെ കാണിച്ച് അവൾക്ക് വിശദീകരിച്ചു കൊടുത്ത് തൻ്റെ ജനതയ്ക്ക് വേണ്ടി രാജാവിനോട് യാചിക്കാൻ അവളെ പ്രേരിപ്പിക്കാൻ വേണ്ടി തങ്ങളെ നശിപ്പിക്കാൻ സൂസായിൽ പ്രസിദ്ധപ്പെടുത്തിയ വിളംബരത്തിൻ്റെ ഒരു പകർപ്പ് മൊർദെഖായി അവനെ ഏൽപ്പിച്ചു. ഞാൻ നിന്നെ പരിപാലിച്ച നിന്റെ എളിയ ദിനങ്ങളെ ഓർക്കുക. രാജാവിന് തൊട്ടടുത്തുള്ള സ്ഥാനമുള്ള ഹാമാൻ ഞങ്ങളുടെ നാശത്തിന് വേണ്ടി ഞങ്ങൾക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ഞങ്ങളെപ്പറ്റി രാജാവിനോട് സംസാരിച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക. ഹദാക്ക് ചെന്ന് മൊർദെഖായി പറഞ്ഞത് എസ്തേറിനെ ധരിപ്പിച്ചു. അപ്പോൾ ഹദാക്ക് വഴി ഒരു സന്ദേശം മൊർദെഖായി അറിയിച്ചു. എല്ലാ രാജസേവകന്മാർക്കും രാജാവിൻ്റെ പ്രവിശ്യകളിലെ ആളുകൾക്കും അറിയാം, വിളിക്കപ്പെടാതെ ആരെങ്കിലും ആണായാലും പെണ്ണായാലും അകത്തെ അങ്കണത്തിൽ രാജസന്നിധിയിൽ പ്രവേശിച്ചാൽ നിയമം ഒന്നേയുള്ളൂ. രാജാവ് തൻ്റെ സ്വർണ്ണ ചെങ്കോൽ അവൻ്റെ നേരെ നീട്ടുന്നില്ലെങ്കിൽ അവൻ വധിക്കപ്പെടണം. 30 ദിവസമായി രാജാവ് എന്നെ വിളിച്ചിട്ടില്ല. എസ്തേർ പറഞ്ഞത് അവർ മൊർദെഖായി അറിയിച്ചു. അപ്പോൾ മൊർദെഖായി എസ്തേറിന് മറുപടി കൊടുത്തു. നീ രാജകൊട്ടാരത്തിൽ മറ്റ് യഹൂദരെക്കാൾ ഒരല്പമെങ്കിലും കൂടുതൽ സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട. ഇതുപോലൊരു സമയത്ത് നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്തു നിന്ന് ആശ്വാസവും മോചനവും വരും. പക്ഷേ നീയും നിന്റെ പിതൃഭവനവും നശിക്കും. ഇത്തരമൊരു കാലത്തേക്കായിട്ടല്ല നീ രാജ്ഞി സ്ഥാനത്ത് വന്നിരിക്കുന്നതെന്ന് ആർക്കറിയാം. അപ്പോൾ മൊർദെഖായിയോട് പറയേണ്ട ഉത്തരം എസ്തേർ അവർക്ക് നൽകി. നീ പോയി സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക. 3 ദിവസം രാത്രിയും പകലും എന്തെങ്കിലും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും. പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്ത് പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. എസ്തേർ പറഞ്ഞതുപോലെ മൊർദെഖായി ചെയ്തു. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ 3 സ്ത്രീകളുടെ പേരിൽ പുസ്തകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റൂത്ത്, യൂദിത്ത്, എസ്തേർ. അതിൽ എസ്തേർ എന്ന് പറയുന്ന വ്യക്തി ഒരു രാജ്യത്തിൻ്റെ അഹസ്വേരോസ് രാജാവിൻ്റെ രാജ്ഞി പദം അലങ്കരിക്കുന്ന വ്യക്തി. ദൈവത്തിന് ഓരോരുത്തരെയും കുറിച്ച് ഓരോ പദ്ധതിയുണ്ട് എന്ന് ഞാനും നിങ്ങളും വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 29:11 എഴുതി വെച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതി നിഴല് വിരിച്ചു നിൽക്കുന്ന ഒരു പുസ്തകമാണ് എസ്തേർ രാജ്ഞിയുടെ പുസ്തകം. യഹൂദിയായ എസ്തേർ രാജ്ഞി രാജകൊട്ടാരത്തിൽ അഹസ്വേരോസ് രാജാവ്, അതും യഹൂദനല്ലാത്ത പേർഷ്യൻ വംശജനായ രാജാവിൻ്റെ രാജ്ഞി പദം അലങ്കരിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ യഹൂദർക്ക് യഹൂദരുമായി മാത്രമേ സമ്പർക്കം പാടുള്ളൂ എന്ന് ദൈവ നിയമം എവിടെ നിൽക്കുന്നെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. അവരുടെ നിയമം അതാണ്, യഹൂദർ വിജാതീയരുമായി സമ്പർക്കം പാടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ എസ്തേർ രാജ്ഞി എങ്ങനെ അഹസ്വേരോസ് രാജാവിൻ്റെ രാജ്ഞി പദം അലങ്കരിക്കാൻ ആര് നിശ്ചയിച്ചു? യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഇത് നിയമവിരുദ്ധമല്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യദൃഷ്ടിയിൽ തിന്മയെന്ന് തോന്നുന്നതിലൂടെ നന്മ വരുത്തുമെന്ന് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എസ്തേർ രാജ്ഞിയുടെ പുസ്തകം വ്യക്തമായി നമുക്കത് മനസ്സിലാക്കി തരികയാണ്. എസ്തേർ രാജ്ഞിയെ രാജ്ഞിപദത്തിലേക്ക് എത്തിക്കുവാൻ കർത്താവിൻ്റെ പദ്ധതിയാണ് നാം ഇവിടെ കാണുക. അഹസ്വേരോസ് രാജാവിൻ്റെ ആദ്യപത്നിയായ വാഷ്തി രാജ്ഞിയെ താൻ കുടിച്ച് മത്തനായി തീർന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കാൻ വിളിക്കുമ്പോൾ
അഹങ്കാരിയായ വാഷ്തി രാജ്ഞി അതിന് നിരസിക്കുകയാണ്. രാജ്ഞി അങ്ങോട്ടേക്ക് ചെല്ലാൻ നിരസിച്ചപ്പോൾ കുപിതനായ രാജാവ് തൻ്റെ കൂട്ടരോട് അഭിപ്രായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. കാരണം രാജാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഹാമാൻ രാജാവിൻ്റെ ഏറ്റവും അടുത്ത സ്ഥാനം അലങ്കരിക്കുമ്പോൾ യഹൂദരോടുള്ള വലിയ വിദ്വേഷം അവൻ്റെ മനസ്സിലുണ്ട്. യഹൂദരെ നശിപ്പിക്കാൻ കച്ചകെട്ടിയിറങ്ങിയ ഹാമാൻ്റെ പദ്ധതിയും യഹൂദരുടെ വേദനയും മുന്നിൽ കണ്ട കർത്താവ് വാഷ്തി രാജ്ഞിക്ക് പകരം എസ്തേർ രാജ്ഞിയെ രാജ്ഞിയായി നിയോഗിക്കുവാൻ പദ്ധതിയിടുന്നതാണ് നാം ഇവിടെ കാണുക. എസ്തേർ രാജ്ഞി മൊർദെഖായിയുടെ സ്വന്തം പുത്രിയല്ല. മൊർദെഖായി പറയുന്നത് മാത്രം അനുസരിക്കുന്ന വ്യക്തി. സ്വയമായി ഒരു വാക്കുപോലും തീരുമാനമെടുത്ത് സംസാരിച്ചതായി എസ്തേർ രാജ്ഞിയെക്കുറിച്ച് നാം കാണുന്നില്ല. അവൾ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആണ്. അവൾ മുഴുവനായി ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ്. മൊർദെഖായി ആശ്രയിച്ച് വളർന്നു വന്ന വ്യക്തി. മൊർദെഖായി പറയുകയാണ്, രാജ്ഞികളെ തിരഞ്ഞെടുക്കാനായി, സ്വന്തം രാജ്ഞി ആരാണ് തിരഞ്ഞെടുക്കാനായി അഹസ്വേരോസ് രാജാവ് തീരുമാനിച്ചിട്ടുണ്ട്. നീ രാജകൊട്ടാരത്തിലേക്ക് പോകണം. അതാണ് എസ്തേറിന് കിട്ടുന്ന ആദ്യത്തെ നിർദ്ദേശം. അതനുസ്യൂതം അനുസരിക്കുന്ന ഒരു വ്യക്തിയാണ് എസ്തേർ രാജ്ഞി. മറുത്തൊരു മറുപടിയും പറയാതെ രാജകൊട്ടാരത്തിലേക്ക് മൊർദെഖായിയുടെ ഭവനത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന എസ്തേർ രാജ്ഞിയെ നാം കാണുകയാണ്. അവൾ അവിടേക്ക് ചെന്ന് അവിടെ നിന്ന് അഹസ്വേരോസ് രാജാവ് കൊടുത്തയച്ച ഓരോ കാര്യങ്ങളും സ്വീകരിച്ച് സൗന്ദര്യവത്ത വസ്തുക്കളൊക്കെ സ്വന്തമാക്കി അവൾ സ്വയം ഒരുങ്ങുകയാണ്. 6 മാസക്കാലം മറ്റുള്ളവരെപ്പോൾ അവൾ ഒരുങ്ങുമ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾക്കൊരു പ്രാർത്ഥനയുണ്ട്. അത് നാം ഇപ്രകാരം കാണും. എസ്തേറിൻ്റെ പുസ്തകത്തിൽ 14:14 നാം ഇപ്രകാരം കാണുക. കർത്താവേ, അങ്ങയുടെ കരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. വീണ്ടും അവൾ പ്രാർത്ഥിക്കും, അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. എല്ലാറ്റിനെയും ഭരിക്കുന്ന ദൈവമേ, ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ. തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. അവൾ ഒരു കാര്യം പറയുകയാണ്, എന്നെ ഇവിടെ കൊണ്ടുവന്ന നാൾ മുതൽ ഇതുവരെ അങ്ങിലല്ലാതെ ഈ ദാസിക്ക് ആനന്ദമില്ലായിരുന്നു. അനുസരണം ശീലമാക്കിയ ഒരു വ്യക്തി, അനുസരിക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തി ആനന്ദിക്കുക ദൈവത്തിൽ മാത്രമായിരിക്കും. പ്രിയപ്പെട്ടവരെ, കൊട്ടാരത്തിന് സുഭിക്ഷതയിൽ അവൾ ആനന്ദിച്ചില്ല. കൊട്ടാരത്തിൽ നല്ല ഭക്ഷണങ്ങൾ അവൾ ആനന്ദിച്ചില്ല. അവളുടെ വാക്കുകൾ വ്യക്തമാക്കുകയാണ്, അങ്ങിലല്ലാതെ മറ്റാരിലും ആനന്ദമില്ലാത്ത ഏകയായ എന്നെ നീ സഹായിക്കണം. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ എസ്തേർ രാജ്ഞിയുടെ പുസ്തകത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യകരം വാഷ്തി രാജ്ഞിക്ക് പകരം എസ്തേറിനെ രാജ്ഞിയാക്കാൻ സ്വർഗം തിരുമനസ്സാകുന്നതായി നാം പുസ്തകത്തിൽ കാണുന്നുണ്ട്. എസ്തേർ രാജ്ഞിയെ രാജാവ് തൻ്റെ അടുക്കലേക്ക് വിളിച്ചു. അങ്ങനെ എസ്തേറിന് രാജ്ഞി പദമാണ് 2-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. 2-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. രാജാവിൻ്റെ 7-ാം ഭരണവർഷം 10-ാം മാസം, അതായത് തേബത് മാസം, കൊട്ടാരത്തിൽ അഹസ്വേരോസ് രാജാവിൻ്റെ അടുത്തേക്ക് എസ്തേറിനെ കൊണ്ടുപോയി. രാജാവ് മറ്റെല്ലാ സ്ത്രീകളെയുംകാൾ കൂടുതൽ എസ്തേറിനെ സ്നേഹിച്ചു. അവൻ്റെ മുമ്പിൽ സകല കന്യകമാരെയുംകാൾ അധികം അവൾ പ്രീതിയും ആനുകൂല്യവും നേടി. തന്മൂലം അവൻ രാജകീയ കിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വാഷ്തിക്ക് പകരം രാജ്ഞിയാക്കി. എസ്തേർ രാജ്ഞിക്ക് രാജ്ഞി പദം കിട്ടാൻ രാജാവിൻ്റെ മനം കവരാൻ ഒറ്റ കാരണമേ ഉള്ളൂ. അവൾ ആശ്രയിച്ചത് രാജകൊട്ടാരത്തിൻ്റെ സൗഭാഗ്യത്തിലല്ല, മറിച്ച് ദൈവത്തിലാണ്. ദൈവത്തിൽ ആശ്രയിച്ച അവൾ ഇതാ മൊർദെഖായിയുടെ കരച്ചിലാണ് 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. മൊർദെഖായിയുടെ കരച്ചിൽ കേട്ട് അവൾ അന്വേഷിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ അവൾക്ക് വ്യക്തമായി മനസ്സിലായി. രാജാവ് തന്നെ വിളിച്ചിട്ട് ഏറെ ദിവസങ്ങളായെന്നും വിളിക്കാതെ ആരെങ്കിലും രാജസന്നിധിയിലേക്ക് എത്തിയാൽ അവൻ മരിക്കണമെന്നുമാണ് നിയമമെന്ന് അവൾ പറഞ്ഞു വെക്കുമ്പോൾ മൊർദെഖായി അവളോട് പറയും, മറ്റയഹൂദരിൽ നിന്ന് നീയും സുരക്ഷിതയാണെന്ന് വിചാരിക്കരുതെന്ന്. അപ്പോൾ എസ്തേർ രാജ്ഞി എടുക്കുന്ന 2-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുക, ദൈവ തിരുസന്നിധിയിൽ നിന്ന് തനിക്ക് കിട്ടിയ മുന്നറിയിപ്പായി അവൾ അതിനെ കണ്ടു. എന്നിട്ട് അവൾ പറഞ്ഞു, നിങ്ങൾ പോയി എനിക്ക് വേണ്ടി ഉപവസിക്കുക, ഞാനും രാജസന്നിധിയിലേക്ക് പോകും. വചനം ഇതാണ്. 16-ാമത്തെ വചനത്തിൽ ഇപ്രകാരം എഴുതി വയ്ക്കുകയാണ്, നീ പോയി
സൂസായിലുള്ള സകല യഹൂദരെയും ഒരുമിച്ച് കൂട്ടി എനിക്ക് വേണ്ടി ഉപവസിക്കുക. ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കാൻ അവൾ രാജ്ഞിയായി അവരോധിക്കപ്പെട്ടുവെങ്കിലും രാജ്ഞി പദത്തിലായിരിക്കുന്നവൾ രണ്ടാമത് ദൈവത്തിന്റെ ദൗത്യത്തിന് വേണ്ടി ചെവിയോർത്തു. മെർദൊക്കായി പറഞ്ഞത് അവൾ കേട്ടില്ല എന്ന് അവൾ വെച്ചില്ല. ഇത് ദൈവത്തിന്റെ ദൗത്യമാണെന്നറിഞ്ഞ് വീണ്ടും അനുസരിക്കാൻ തയ്യാറാകുകയാണ്. തനിക്ക് കിട്ടിയ സൗഭാഗ്യത സുഖിക്കാനല്ല തയ്യാറാവുക. ദൈവം തന്നെ എത്തിച്ചെങ്കിൽ വീണ്ടും ദൈവസ്വരം എന്ത് പറയുന്നു. പ്രിയപ്പെട്ടവർ, ഇവിടെ ഒരു എളിയ മനസ്ഥിതി നാം കാണും. എപ്പോഴും ദൈവം പറയുന്നതിന് വേണ്ടി കാതോർക്കുക എന്ന വ്യക്തിയാണ് എസ്തർ. എസ്തർ മറിച്ചൊന്നും ചിന്തിച്ചില്ല. ഇവിടെ രാജാവിൻ്റെ അടുക്കലേക്ക് എത്തിയാൽ എൻ്റെ രാജ്ഞി പദം പോകുമോ? രാജാവ് വിളിച്ചിട്ടില്ലല്ലോ, ഞാൻ എത്തിയാൽ രാജ്ഞി പദം പോകുമോ? അവൾ അങ്ങനെ ചിന്തിച്ചില്ല. അവളുടെ ആനന്ദം ദൈവത്തിലായതുകൊണ്ട് ദൈവത്തിൻ്റെ രണ്ടാമത്തെ നിർദ്ദേശത്തിന് അവൾ കാതോർത്തിട്ട് അവൾ പറഞ്ഞു, ഞാനും എൻ്റെ തോഴിമാരും നിങ്ങളെപ്പോലെ തന്നെ ഉപവസിക്കും. പിന്നെ നിയമത്തിനെതിരാണെങ്കിലും ഞാൻ രാജാവിൻ്റെ അടുത്തിലേക്ക് പോകും. ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ. അവളുടെ വാക്കിൽ വ്യക്തമാണ്, അവൾ രാജകൊട്ടാരത്തിൻ്റെ സന്തോഷങ്ങളിലെല്ലാം ആനന്ദിക്കുക. ദൈവത്തിൻ്റെ നിയമത്തിന് വേണ്ടി ജീവൻ പണയം വയ്ക്കാൻ തയ്യാറാകുന്ന എളിയ ദാസിയാകുന്ന എസ്തറിനെ നാം ഇവിടെ കണ്ടുമുട്ടുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, എസ്തർ രാജ്ഞിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അർഹിക്കാത്ത സൗഭാഗ്യം സ്വന്തമാക്കിയ എസ്തർ ഒരിക്കൽ പോലും ദൈവത്തെ മറന്നില്ല. ദൈവം പറയുന്നത് മുഴുവൻ അനുസരിക്കാൻ. ഇവിടെ നാം കാണുന്നത് പിതാവായ അബ്രാഹത്തെ കൂടി നമുക്ക് ഓർമ്മയിലേക്ക് എത്തും. ദൈവത്തോട് ചോദിച്ചു മേടിച്ച കൊച്ചു ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം കൊടുത്ത നിർദ്ദേശത്തിന്റെ മുമ്പിൽ അവൻ പതറാതെ മോറിയ മലയിലേക്ക് ഇസഹാക്കിനെ കൂട്ടി പോകുന്നത് പോലെ ചങ്കിൽ പെടയുന്ന വേദനയ്ക്ക് മുമ്പിലും ദൈവഹിതത്തിന് കീഴടങ്ങുന്ന അബ്രാഹത്തെ പോലെ എസ്തർ രാജസന്നിധിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, മോറിയ മലയിൽ കയറുമ്പോൾ ചങ്കിൽ വേദനയുണ്ടെങ്കിലും ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥനയിൽ കാതോർക്കുന്ന ഒരു മനുഷ്യനെ, ദൈവത്തിനെ അനുസരിക്കുന്ന ഒരു മനുഷ്യനെ അബ്രാഹത്തിലൂടെ കാണുന്നുണ്ടെങ്കിൽ പിതാവായ അബ്രാഹത്തിന്റെ യഥാർത്ഥ പുത്രിയാണ് എസ്തർ എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകും. പ്രിയപ്പെട്ട ദൈവജനമേ, എസ്തേറിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അദൃശ്യകരം അവളെ എസ്തേർ രാജ്ഞിപദത്തിലേക്ക് എത്തിച്ചെങ്കിൽ വീണ്ടും ദൈവം നേരിട്ട് ഇടപെടുകയല്ല, അവളിലൂടെ തന്നെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ദൈവം പൊരുതുകയാണ്. അവളുടെ പ്രാർത്ഥന വേളകളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവളുടെ പ്രാർത്ഥനയിൽ മുഴുവൻ ദൈവസ്പർശനം നമുക്ക് കാണാൻ പറ്റും. 14-ാമത്തെ അധ്യായത്തിൽ വീണ്ടും നമ്മൾ മറ്റു ചില വചനങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തയാണ് അവളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. 14-ാമത്തെ അധ്യായത്തിൽ 2 തവണയാണ് നാം ഇപ്രകാരം കാണുക, ദൈവമേ നീ മാത്രം തുണ. അതായത് ദൈവത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന എസ്തേറിനെ കുറിച്ച് 14:3 പറയും, അവൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രാജാവ്, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഈ വചനങ്ങളൊന്ന് ഉരുവിട്ട് നോക്കിക്കേ. കർത്താവേ, നീയല്ലാതെ മറ്റാരും തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ഐസുവിൻ്റെ വാതുക്കൽ പ്രിയപ്പെട്ടവരുടെ ജീവന് വേണ്ടി പോരാടിക്കൊണ്ട് നിൽക്കുമ്പോൾ നീ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം, കർത്താവേ, അങ്ങല്ലാതെ മറ്റാരും തുണയായില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ, വേദനകളിൽ, ബുദ്ധിമുട്ടുകളിൽ നീ യാത്ര ചെയ്യുമ്പോൾ നീ അവനോട് പറയണം, കർത്താവേ, അങ്ങല്ലാതെ മറ്റാരും തുണയായില്ലാത്ത ഏകനായ എന്നെ സഹായിക്കണമേ. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ എസ്തേർ ഈ പറഞ്ഞതിൻ്റെ അകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ചുറ്റോട് ചുറ്റും രാജ്ഞിമാര്, പരിചാരികമാര്, സർവ്വത്തിൻ്റെയും അധിപനായ രാജാവ് അവളുടെ ഒപ്പമുണ്ട്, അവളുടെ ഭർത്താവായി അവളുടെ കൂടെയുണ്ട്. എന്നിട്ടും അവൾ തൻ്റെ ആത്മാവിൽ ദൈവത്തെ മാത്രമേ കണ്ടുള്ളൂ. ദൈവത്തെ മാത്രമേ അവൾ കണ്ടുള്ളൂ. ദൈവമേ, നീ മാത്രമാണ് എൻ്റെ രാജാവെന്ന് അവളുടെ പ്രാർത്ഥനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നെഞ്ചിൻ്റെ നെരിപ്പോടുകൾക്കിടയിൽ നിന്ന് ആവർത്തിച്ച് പറയാനൊരു വചനമാണ് എസ്തറിൻ്റെ 14:3, 14:13. ദൈവമേ, നീയല്ലാതെ മറ്റാരും തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമേ. വീണ്ടും അവളുടെ പ്രാർത്ഥനയിൽ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 11-ാമത്തെ വചനത്തെ 14:11 നമുക്ക് കാണും, കർത്താവേ, അസ്തിത്വമില്ലാത്ത ഒന്നിന് അങ്ങയുടെ ചെങ്കോൽ അടിയറ വയ്ക്കരുത്. അപ്പോൾ അവളുടെ രണ്ടാമത്തെ അവളുടെ ബോധ്യം എന്താണ്? ഈ രാജകീയ സൗഭാഗ്യങ്ങളും ഈ രാജകീയ ആഡംബരങ്ങൾക്കും അസ്തിത്വമില്ലെന്ന് അവൾക്ക് ബോധ്യമുണ്ട്. അവൾക്ക് കിട്ടിയ ഓരോ സൗഭാഗ്യങ്ങളും സമ്പത്തും സാഹചര്യങ്ങളും അവൾ പറയുകയാണ്, കർത്താവേ, ഇതൊന്നും അസ്തിത്വമുള്ളതല്ല, അതുകൊണ്ട് ഇവരുടെ മുമ്പിലല്ല എന്നെ അടിയറ വെക്കേണ്ടത്,
നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ അടിയറ വെച്ചിരിക്കുക. പ്രാർത്ഥിക്കുകയാണ് രാജാവിന് മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ്. അവൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, അസ്തിത്വമില്ലാത്ത ഒന്നിന് അങ്ങയുടെ ചെങ്കോൽ അടിയറ വെക്കരുതേ. മൂന്നാമത്തെ അവളുടെ പ്രാർത്ഥന ഇപ്രകാരമാണ്. 14:13 നാം കാണും, സകല അധികാരത്തിൻ്റെയും അധിപനെ എനിക്ക് ധൈര്യം പകരണമേ, സിംഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഭാഷണ ചാതുര്യം തരണമേ, ഞങ്ങൾക്കെതിരെ പൊരുതുന്നവനെ വെറുക്കേണ്ടതിന് അവന് മനം മാറ്റം വരുത്തണമേ, ശത്രുവും അവനോട് ചേർന്നവരും നശിക്കട്ടെ, ഞങ്ങളെ അങ്ങയുടെ കരത്താൽ രക്ഷിക്കണമേ. പ്രിയപ്പെട്ടവരെ, തനിക്കറിയാം, അവൾക്കറിയാം, രാജ്ഞിയായി അവൾക്ക് സംസാരിക്കാൻ ചാതുര്യമില്ലെന്ന്. തൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവൾ പറയുകയാണ്, കർത്താവേ, സിംഹത്തിൻ്റെ മുമ്പിൽ എനിക്ക് ഭാഷണ ചാതുര്യം തരണമേ. സിംഹത്തിൻ്റെ കരുത്തിൻ്റെ മുമ്പിൽ അവനോട് മല്ലടിച്ച് നിൽക്കാനുള്ള ശക്തി അവൾ ചോദിക്കുമ്പോൾ, പിതാക്കന്മാരുടെ ജീവിതത്തിലൂടെ അവൾ കേട്ടറിഞ്ഞിട്ടുണ്ട്. ദാവീദിൻ്റെ ശക്തി, മോശയ്ക്ക് സംസാരിക്കാൻ പാടവം കൊടുത്ത, ഫറവോയുടെ മുമ്പിൽ നിൽക്കാൻ ശക്തി കൊടുത്ത ദൈവത്തിൻ്റെ ശക്തി ഒക്കെ ഇവൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി നിന്ന ഒരു ദാവീദിനെ പോലെ, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി നിന്ന ഒരു മോശയെ പോലെ അവൾ പിന്നോട്ട് ചിന്തിച്ചിട്ട് പറഞ്ഞു, അതുപോലൊരു ഭാഷണ ചാതുര്യം എനിക്ക് തരണം. ജീവിതത്തിലിരുന്ന് മുഴുവൻ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച എസ്തേറിൻ്റെ പ്രാർത്ഥന വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് അവൾ അപ്രകാരം പ്രാർത്ഥിക്കുക. എന്നിട്ട് അവൾ പറഞ്ഞു, 16-ാമത്തെ വചനം, അപരിഹാര്യമായ എൻ്റെ അവസ്ഥ അങ്ങ് അറിയുന്നു. ജനമധ്യത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശിരസ്സിലണിയുന്ന എൻ്റെ ഉന്നത സ്ഥാനത്തിൻ്റെ ചിഹ്നത്തെ ഞാൻ വെറുക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? തലയിരിക്കുന്ന കിരീടത്തെ അവൾ വെറുക്കുകയാണ്. അവൾ പറയുകയാണ്, ഇതല്ല എനിക്ക് വേണ്ടത്, ഈ രാജ്ഞിപദമല്ല എനിക്ക് വേണ്ടത്. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാനിതിനെ മലിനമായ പഴം തുണി പോലെ വെറുക്കുന്നു. ഔദ്യോഗികമല്ലാത്ത അവസരങ്ങളിൽ ഞാനത് ധരിക്കുന്നില്ല. അങ്ങയുടെ ദാസി ഹാമാൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല. രാജാവിൻ്റെ വിരുന്നുകളെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല. ഇത് പറയാൻ കാരണം എന്താണ്? വിജാതീയ കൊട്ടാരത്തിലാണ് എസ്തേർ ആയിരിക്കുക. വിജാതീയനാണ് എസ്തേറിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ രാജാവ്. അപ്പോൾ ഹാമാനും വിജാതീയനാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം വിജാതീയത്തിൽ ഭക്ഷണം കഴിക്കുക നിഷിദ്ധമാണ്, വിജാതീയരുടെ കൂടെ വസിക്കുക നിഷിദ്ധമാണ്. അപ്പോൾ വിജാതീയ രാജാവ് സമ്മാനിച്ച കിരീടം തലയിൽ ചുമത്തുന്നത് പോലും അവളുടെ ഉള്ളിൽ നിയമത്തോടുള്ള അഗാധമായ സ്നേഹം, ദൈവത്തെ നിയമത്തോടുള്ള ചട്ടങ്ങളോടുള്ള അഗാധമായ പ്രണയമാണ് ഈ വാക്കുകൾ ധ്വനിക്കുക. നീ യഥാർത്ഥ ഇസ്രായേലിൻ്റെ പുത്രിയാണെന്ന് എസ്തേർ തൻ്റെ പ്രാർത്ഥന വഴി ദൈവത്തോട് പറയുകയാണ്. രാജാവിൻ്റെ വിരുന്നുകളെ ഞാൻ ബഹുമാനിച്ചിട്ടില്ല. വീണ്ടും അവൾ പറയുകയാണ്, വിഗ്രഹാർപ്പിതമായ വീഞ്ഞ് ഞാൻ കുടിച്ചിട്ടില്ല, വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കരുത് എന്ന് നിഷിദ്ധമാണെന്നുള്ള യഹൂദ നിയമം അവൾ സ്വീകരിച്ചു. അവൾ ഇതേപടി അനുസരിച്ചിരിക്കുകയാണ്. തന്നെ ദൈവസന്നിധിയിൽ അവൾ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അവൾ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് ഒരു മഹാത്മ്യവുമില്ല, എന്നാൽ ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ദൈവത്തിന് വേണ്ടി നിലകൊണ്ട എസ്തേർ രാജ്ഞിയെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, പല ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ സമ്പത്തും സൗഭാഗ്യവും കിട്ടുമ്പോൾ ദൈവത്തെ മറന്നുപോകുന്ന ജീവിതങ്ങൾ, അതിലേക്ക് മാത്രം ആമഗ്നരാകുന്ന ജീവിതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു മനുഷ്യൻ ഇപ്രകാരം പങ്കുവെച്ചു, എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടി, എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനകൾ മുടങ്ങിപ്പോയി, ദേവാലയത്തിൽ പോകുന്ന കാര്യം മറന്നുപോയി, ഒരു ബിസിനസ് മാറി, 2 ബിസിനസ് മാറി, വിദേശത്ത് വലിയ സ്ഥാനമഹിമകളൊക്കെ കിട്ടി, സമയം ഇഷ്ടം പോലെ വന്നപ്പോൾ പല പല ചാറ്റിങ്ങുകളിലേക്ക് മുഴുകി. അങ്ങനെ ഇന്ന് കുടുംബ ബന്ധം തകർന്നു നിൽക്കുമ്പോൾ ആ മനുഷ്യൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാ, ഇതൊന്നും എനിക്ക് വേണ്ട. ജീവിത ചരിത്രം മുഴുവൻ കണ്ണുനീരോട് എഴുതി വെച്ചിട്ട് പറയുകയാ, എൻ്റെ ഭാര്യ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, സൗഭാഗ്യങ്ങളിലേക്ക് ഉന്നതമായ തലങ്ങളിലേക്ക് എത്തുമ്പോൾ അതുമാത്രം വലുതെന്ന് വിചാരിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മാറ്റിക്കളയും, ദൈവിക നിയമങ്ങളെ മാറ്റും, പള്ളിയിൽ പോകണമെന്നുള്ള കാര്യം നമ്മൾ മറക്കും, മറ്റു പലതിനും വേണ്ടി ഓടുമ്പോൾ ദൈവത്തിൻ്റെ കരം നമുക്ക് കാണാൻ പറ്റില്ല. എസ്തേർ പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. അവൾ രാജകൊട്ടാരത്തിലായിരിക്കുമ്പോഴും ദൈവിക നിയമങ്ങളോട് പൂർണ്ണ വിശ്വസ്തയായിരുന്നു. അവളുടെ ജീവിതം മൊത്തം ദൈവത്തോട് വിശ്വസ്തയായിരുന്നത് കൊണ്ട് അവൾ ഭയലേശ്യമന്യേ അവൾ ദൈവസന്നിധിയിൽ കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തയായിരുന്നത് കൊണ്ട് അവൾ രാജസന്നിധിയിലേക്ക് എത്തുകയാണ്. അതാണ് നാം കാണുക. 5-ാമത്തെ അധ്യായത്തിൽ എസ്തേർ രാജസന്നിധിയിൽ 3-ാം ദിവസം എസ്തേർ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് കൊട്ടാരത്തിൻ്റെ അകത്തെ അങ്കണത്തിലേക്ക് രാജമന്ദിരത്തിന് മുമ്പിൽ ചെന്ന് നിന്നു. രാജാവ് കൊട്ടാരത്തിൽ വാതിലിന് നേരെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി അങ്കണത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടു. അവൻ അവളിൽ പ്രസാദിച്ചു. തൻ്റെ കയ്യിലിരുന്ന സ്വർണ്ണ ചെങ്കോൽ
അവൻ അവളുടെ നേരെ നീട്ടി എസ്തേർ അടുത്ത് ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. എന്തിനു വേണ്ടി അവൾ പ്രാർത്ഥിച്ചേ? എസ്തേറിന് നേരെ രാജാവ് ചെങ്കോല് നീട്ടണം, അതിനവൾ പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് വിശ്വസ്തരാണെങ്കിൽ അതുവരെ നീട്ടപ്പെടാത്ത പല ചെങ്കോലുകളും വിശ്വസ്തതയുള്ള നിന്റെ ജീവിതത്തിൽ നീട്ടാൻ ദൈവം അനുവദിക്കും. നീ ദൈവത്തോടും ദൈവിക നിയമങ്ങളോടും വിശ്വസ്തരാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കപ്പെടുന്ന വാതിലുകൾ തുറക്കപ്പെടും. നിന്റെ നേരെ നീട്ടാത്ത ചെങ്കോലുകൾ നീട്ടുവാൻ ദൈവം കരമുയർത്തിയിരിക്കും. ദൈവത്തിൻ്റെ കരം നിന്റെ കൂടെയുണ്ടാകും. എസ്തേറിൻ്റെ ആഗ്രഹം ദൈവസന്നിധിയിൽ പറഞ്ഞു. 15-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ അബിഗയിലെ സൗന്ദര്യം കൊണ്ട് അവൾ പ്രശോഭിച്ചു. സ്നേഹവും സന്തുഷ്ടിയും മുഖത്ത് പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ അവരുടെ ഹൃദയം ഭീതി കൊണ്ട് മരവിച്ചിരുന്നു. വാതിലുകൾ ഓരോന്നായി കടന്ന് അവൾ രാജാവിൻ്റെ മുമ്പിൽ ചെന്നു നിന്നു. സ്വർണവും അമൂല്യരത്നങ്ങളും കൊണ്ട് പൊതിഞ്ഞ സിംഹാസനത്തിൽ രാജാവ് രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുകയായിരുന്നു. അവൻ്റെ ദർശനം ഭീതി ഉണർത്തുന്നതായിരുന്നു. രാജാവ് അവളോട് ചോദിച്ചു, എസ്തേർ രാജ്ഞി, എന്താണ് കാര്യം? എന്താണ് നിനക്ക് വേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചോദ്യം കേൾക്കാൻ അവൾ കാത്തിരുന്നു. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. വിശ്വസ്തതയ്ക്ക് ദൈവം കൊടുത്ത സമ്മാനമാണ് ആഗ്രഹിച്ചത് നിറവേറ്റി കൊടുക്കുക. എസ്തേർ രാജ്ഞി രാജാവിനെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും ഹാമാന്റെ ചതിക്കുഴിക്ക് മുമ്പിൽ ഹാമാനെ തന്നെ വീഴ്ത്തിക്കൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് പ്രാർത്ഥനാ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നതും അത് ഇസ്രായേൽ മക്കൾ പുരി മഹോത്സവമായി ആചരിക്കുന്നതുമെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം തരുന്ന സൗഭാഗ്യങ്ങൾ ഒരിക്കൽ പോലും നാം നിരസിക്കേണ്ടതില്ല. അതൊക്കെ സ്വീകരിക്കണം. ദൈവം തരുന്ന എല്ലാ സൗഭാഗ്യങ്ങളും സ്വീകരിക്കുമ്പോഴും ഈ സൗഭാഗ്യത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവമാണ് ഇതെനിക്ക് തന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് അവനോട് ചേർന്ന് സധൈര്യം ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്താൽ നിന്റെ മുമ്പിൽ ഏതു ചെങ്കോലുകളും കർത്താവ് നീട്ടിയിരിക്കും. എല്ലാ വാതിലുകളും ദൈവം തുറന്നിരിക്കും. ഓരോ വാതിലുകൾ തുറക്കപ്പെട്ട് മനോഹരമായ സിംഹാസനത്തിൽ വ്യാപരിക്കാൻ ദൈവം നിന്നെ അനുവദിക്കും. അതിനായി ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. അതിനുള്ള കൃപ ചോദിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അർഹിക്കാത്തത് പലതും നീ എനിക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാം നന്ദി പറയുമ്പോൾ അർഹിക്കാത്തത് ഓരോന്നായി എൻ്റെ ജീവിതത്തിലേക്ക് നീ വച്ചു നീട്ടുമ്പോൾ മനോധൈര്യത്തോടെ പൂർണ്ണ വിശ്വസ്തയോടെ നിൻ്റെ കൂടെ വ്യാപരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നീ മാത്രമേ എനിക്കുള്ളെന്ന് പറഞ്ഞ് നിൻ്റെ നിയമത്തിൽ ആനന്ദിക്കാൻ എനിക്ക് കൃപ തരണം കർത്താവേ. നീ എൻ്റെ നേരെ നീട്ടുന്ന ചെങ്കോലുകൾ എൻ്റെ ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിൽ അത് കാണുവാൻ, അനുഭവിക്കാൻ, ദൈവ അനുഭവം സ്വന്തമാക്കാൻ എന്നെ ശക്തിപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.